കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ കാരണമാ പാവൻ രാജീവേട്ടൻ മരിച്ചത്. അച്ഛനും അമ്മയ്ക്കും മകൻ നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാ. എന്നെ കല്യാണം ആലോചിച്ചില്ലായിരുന്നെങ്കിൽ ആ പാവ ഇപ്പോഴും ജീവനോടെ ഉണ്ടായേനെ. നിന്റെ കണ്ണീരിന് മുന്നിൽ എനിക്ക് വാക്കുകളില്ല. നിനക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞവന്റെ ജീവൻ സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഏട്ടൻ ഒരു പരാജിതനാണ്. നഷ്ടപ്പെട്ടു പോയ രാജീവിനെ തരാൻ എനിക്ക് കഴിയില്ല. പക്ഷേ രാജീവിന്റെ ജീവന് പകരം അവിനാശിന്റെ ജീവൻ ഞാൻ എടുക്കും. വേണ്ടേട്ടാ, എനിക്ക് വേണ്ടി ഇനി കൊല്ലാനും ചാവാനും ഒന്നും പോണ്ട. ഈ ജന്മത്ത് എനിക്കിനി ഒരു കല്യാണവും വേണ്ട എന്ന് കരുതി ഞാൻ മരിക്കാനൊന്നും പോണില്ല. ജീവിക്കും. എന്റെ ജീവിതം ബലി കൊടുത്തിട്ടാണെങ്കിലും രാജീവേട്ടനോടുള്ള എന്റെ കടമ ഞാൻ നിറവേറ്റും. ഓളെ നീ ഇതെന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. അതിനെനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. ബേട്ടി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിന്റെ പേരിൽ ഇനി ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്റെ ഏട്ടൻ കാരണം എന്തെല്ലാം ദുരിതങ്ങളാ ഈ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്നത്. നിന്റെ ചേട്ടൻ ചെയ്തതിന് നീ എന്ത് പഴിച്ചു? നിന്നെ ആരും ഒരു കുറ്റക്കാരിയായി കണ്ടിട്ടില്ല. അമ്മേ, ഞാനിനി ജ്യോതിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവളുടെ അനിയത്തിയുടെ ജീവിതം എന്റെ ഏട്ടൻ കാരണം ഇല്ലാതായില്ലേ? ഇനി എങ്ങനെ പ്രിയയ്ക്കൊരു കല്യാണം നടക്കും? ആലോചനകൾ കൊണ്ട് ആര് വന്നാലും പെണ്ണിന്റെ ജാതകദോഷം കൊണ്ടാണെന്ന് ആളുകൾ പറഞ്ഞു പരത്തില്ലേ? അതൊക്കെ കുറച്ചു കഴിയുമ്പോ മാറിക്കോളൂ. കുറച്ചു കഴിയുമ്പോ മാറും, ശരിയാ. പക്ഷെ അമ്മ പ്രിയയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കല്യാണ ദിവസം കഴുത്തിൽ താലി ചാർത്തേണ്ട വരൻ അപകടത്തിൽ മരിച്ച അത് പെണ്ണിന്റെ കുറ്റമാണെന്ന് ഈ സമൂഹം വിധി എഴുതും. ചുറ്റിലും നിന്ന് ആളുകൾ അവളെ കുറ്റപ്പെടുത്തും. അതിനെ അതിജീവിച്ച് വേണം അവൾക്കിനി ഒരു പുതിയ ജീവിതം ഉണ്ടാവാൻ. അതൊക്കെ ഇനി എന്ന് സാധിക്കും? മോളെ, ആയുസ് കൊടുക്കുന്നതും എടുക്കുന്നതും എല്ലാം ഈശ്വരനാ. ആ പയ്യനൊരു പക്ഷേ ഇത്ര ആയുസ്യം ഉണ്ടാകൂ. അമ്മ, നമുക്കത് പറയാൻ എളുപ്പം. പക്ഷെ ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ അമ്മയുടെ സങ്കടം
ആ ശാപം ആർക്കാ സഹിക്കാൻ പറ്റുക? ബേട്ടി, കുറച്ചുകൂടി മുൻകരുതൽ എടുക്കണമായിരുന്നു. ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? മോള് സമാധാനായിട്ടിരിക്കും. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലമ്മേ, എനിക്ക് വിശപ്പില്ല. അവിനാഷ്, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിനാഷ്. ആ ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ പയ്യനെ കൊല്ലൂന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ചെറുക്കനോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ അവളെ വിട്ടേക്കാൻ. പക്ഷെ കേട്ടില്ല. എന്ത് ചെയ്യാൻ? അവന്റെ വിധി. അല്ല എന്താ? ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ വക്കീല് നിങ്ങളെ കാണാൻ വരും. താങ്ക്സ്. ഇനിയിപ്പോ സർവീസിലേക്ക് ഉടനെ തന്നെ തിരിച്ചു കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് യൂണിഫോം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ആവശ്യമെന്ന് തോന്നുന്നത് ചെയ്യാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട. അല്ല, എന്തിനാ അവനിങ്ങനെ വാശി പിടിച്ചത്? അതുകൊണ്ടല്ലേ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അല്ലേ? ഇപ്പോ എല്ലാവർക്കും സന്തോഷമായി കാണും അല്ലേ? ഈ കല്യാണം നടത്തില്ല എന്ന് ഞാൻ പറഞ്ഞതാ. നടന്നില്ല. എന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവളോട് നല്ല വാക്ക് പറഞ്ഞതാ. പക്ഷേ അവള് കേട്ടില്ല. അപ്പോ അവൾക്ക് അവനെ കെട്ടണം. അവനെ ഇപ്പോ അവനുമില്ല, കല്യാണമില്ല. ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഇതൊരു വലിയ പരാജയമായി പോയി. ആ കല്യാണം മുടങ്ങി അവിനാഷ് ജയിലിലുമായി, ജോലിയും നഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു അവിനാഷ്. സത്യം പറഞ്ഞ ഇപ്പോഴാ എനിക്ക് കൂടുതൽ ഉന്മേഷം കിട്ടുന്നത്. ഇനി ഈ ജന്മത്തിൽ ഒരിക്കലും
ഞാനവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ ഇവിടുന്നൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, കാണിച്ചു തരാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും നാളെ തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കാം. എന്തായാലും എനിക്ക് വേണ്ടി വരാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ. താങ്ക്സ്. ഇത് ഞാൻ മറക്കില്ല ഒരിക്കലും. അവിനാഷ്, DKയോടുള്ള പോരാട്ടം തുടങ്ങി വെച്ചത് നമ്മൾ ഒരുമിച്ച്. ആ പോരാട്ടം നമ്മൾ ഒരുമിച്ച് തന്നെ പൂർത്തിയാക്കും. അതിന് നിങ്ങൾ എത്രയും വേഗം പുറത്തിറങ്ങിയേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി. ഏട്ടൻ പോയിട്ട് ഇതുവരെ വന്നില്ലേ ചേച്ചി? ഏട്ടൻ ഇപ്പൊ എത്തും മോളെ. രാജീവിന്റെ വീട്ടിൽ പോയിട്ടേ വരൂന്ന് പറഞ്ഞ്. പാവൻ രാജീവേട്ടൻ. DKക്ക് നല്ല സങ്കടമുണ്ട് മോളെ. ഇങ്ങനൊരു ചതി അവൻ ചെയ്യുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ. അവനുള്ള ശിക്ഷ ഈശ്വരൻ കൊടുത്തോളും. മോളെ, എന്തേ, അവരെ കണ്ടോ? കണ്ടു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വന്നു. അവരുടെ മകനൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വാക്കുകൊടുത്ത, പക്ഷെ അത് പാലിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. വാക്കുകൊടുത്തത് ഞാനല്ലേ. എന്നെ വിശ്വസിച്ച ഒരാളോട് എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്റെ പരാജയം തന്നെയാ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മളോടുള്ള ദേഷ്യത്തിന് അവിനാശ് രാജീവിനെ ഇല്ലാതാക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? നിന്നോട് വിഷമിക്കരുതെന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എന്നാലും ഇത് സഹിച്ചേ പറ്റൂ. നീ തോറ്റുപോയെന്നറിഞ്ഞാൽ അവന് സന്തോഷാവും. അതുണ്ടാവരുത്. വേണമെങ്കിൽ ജ്യോതി കുറച്ചു ദിവസം പ്രിയയ്ക്കൊപ്പം ഇവിടെ നിൽക്ക്. വേണ്ട ചേച്ചി, ചേച്ചി പോയിക്കോ. ഇതെന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. സർ,
അവിനാഷ് സാറ് അകത്തുണ്ട്. ഒരു മഹാഭാവിയുടെ ജന്മമാണ് നിനക്കെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പാവം ചെറുപ്പക്കാരന്റെ ജീവൻ നീ ഇങ്ങനെ ഇല്ലാതാക്കുമെന്ന് ഞാൻ കരുതിയില്ല. DK, നിങ്ങൾ എന്നെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. നിങ്ങളെക്കാൾ നിസ്സാരനായി എന്നെ കരുതി. അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ആളുകളെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. നീ ഒരു ചതിയനാണെന്ന് ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാ. സൂര്യ അമരാവതിയുടെ മുകളിൽ നിന്നും താഴെ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചപ്പോ നിന്റെ മനസ്സിലെ ക്രൂരനായ ഒരു കൊലയാളിയെ ഞാൻ കണ്ടു. പക്ഷെ ഇപ്പൊ നീ ചെയ്ത ഈ മഹാഭാവം, അത് ഞാൻ പുറത്തു തരില്ല ഒരിക്കലും. എനിക്കറിയാം DK, നിങ്ങൾ എന്നെ കാണാൻ ഇവിടെ വരുമെന്ന്. കാരണം ഇത് നിങ്ങളുടെ തോൽവിയാണ്. എനിക്കെന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഈ യുദ്ധത്തിൽ ജയിച്ചത് ഞാനാണ്. യുദ്ധോ? ഇതാണോ യുദ്ധം? ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ എന്ത് നേടി? ഈ ജയിലോ? നിനക്കെതിരെ ശക്തമായ സാക്ഷിമൊഴികളുണ്ട്, തെളിവുകളുണ്ട്. ഈ കേസിൽ നിന്നെ രക്ഷിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. എന്റെ പൊന്ന് DK, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. നിയമത്തിന്റെ വഴിയേ പോകൂ. ഞാൻ എന്റെ വഴിയേയും പോകും. എന്നെ ശിക്ഷിക്കാൻ പറ്റിയ കോടതികളൊന്നും ഈ രാജ്യത്തില്ല DK, ഇല്ല. ഞാൻ നിന്നെ പോലെ ഭ്രാന്തനൊന്നുമല്ല. ഈ രാജ്യത്തെ കോടതികളിലും നിയമവ്യവസ്ഥകളിലും എനിക്ക് വിശ്വാസമുണ്ട്. ഈ കേസിൽ നിനക്ക് തൂക്കുകയർ വാങ്ങിത്തരാൻ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും. ഓ, വളരെ 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 സന്തോഷം. മിസ്റ്റർ DK,
ഈ ലോക്കപ്പിനകത്ത് കിടന്ന് തമാശ പറയാൻ എനിക്ക് താല്പര്യമില്ല. പുറത്തു പോയി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കാണിക്കേ. ആ രക്ഷപ്പെടാനുള്ള വഴി ഞാനും നോക്കിക്കോളാം. ആ പിന്നെ ഞാൻ രക്ഷപ്പെടും ഡികെ. ഇല്ലടാ, നിയമത്തിന്റെ പിടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ നിനക്കുള്ള ശിക്ഷയും ഞാൻ വിധിക്കും.